ഹലോ സാറേ, ഇത് ട്രോപ്പിക് പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ മലേൻ്റെ മുകളിലുള്ള പോണ്ടിൽ ടെമ്പിളിൻ്റെ അടുത്തൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേഗം വരണേ. ഇപ്പോൾ വരെ അതാ ഇറങ്ങി വിടുന്നു. സാർ, അതെങ്ങനെ സംഭവം? ആരത് കണ്ടത് ആ ബോഡി ആദ്യം? അതവിടെ രാവിലെ കുളിക്കാമെന്ന് കുറച്ച് ആൾക്കാർ കണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും ഒന്ന് അങ്ങോട്ട് പോയോക്കട്ടെ ഒന്ന്. ഈ മലേൻ്റെ മുകളിലേക്ക് എത്ര ദൂരം അത്? ഈ കുളത്തിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല, മറന്നുപോയി. ഇത് ഈ മലേൻ്റെ മുകളിലായതുകൊണ്ട് ഇത് എവിടെയാണോ? ഈ മല കയറി ഇങ്ങനെ പോയി വെക്കാം. ഇതിൻ്റെ അടിയിലായിട്ടാണ് ആ പോണ്ട് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ. അവിടെ എവിടെയെങ്കിലും ഫയർഫോഴ്സൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. അതെന്താ ആരും ഇല്ലേ? ഇത് തന്നെയാണ് കുളം തോന്നുന്നു. ഇവിടെ കുറേ ഫയർഫോഴ്സിൻ്റെ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. ഞാൻ അവരോടൊന്ന് ചോദിക്കാം. സാർ, എന്താണ്? എവിടെ ബോഡി? എവിടെയാ? വെള്ളത്തിലുണ്ട്. സാറേ, മൗണ്ടനിൽ ആ ലേക്കിൽ ഏതൊരു കാറ് മുങ്ങിയത് കണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് അവിടെ വരെ പോകണം. അവിടെ ഒന്ന് വേഗം പോവാം നമുക്ക്. ഈ കേസും അതായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും ചിലപ്പോൾ. വേഗം വന്ന് വണ്ടി എടുക്ക്. ഇത് തന്നെയല്ലേ സ്ഥലം? റിയൽ ഇൻഫോർമേഷൻ തന്നെയല്ലേ? ഫേക്ക് ഇൻഫോർമേഷൻ ഒന്നും അല്ലല്ലോ? ഇവിടെ ഒരു ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. ഒരു കാറ് മുങ്ങിയത്, അതായത് അതിൻ്റെ ഒരു അനക്കമൊന്നും ഇല്ലല്ലോ ഇവിടെ. സാർ, അത് രാത്രിയല്ലേ, അതുകൊണ്ടാവും ഒന്നാമത് ഇങ്ങനെ ആളൊന്നും ഇല്ലാത്ത. അവിടെ ഫയർഫോഴ്സൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കുറച്ചുകൊണ്ട് മുന്നോട്ടാക്കി നിർത്തിക്കോ, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. എന്നിട്ട് നീ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. ശരി സാറേ. സാർ, ഞങ്ങൾ സിറ്റി 1 പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. ഇവിടെ അങ്ങനെ മുങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാറ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം? ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ ഇവിടേക്ക്. അപ്പം അവിടെ വേറൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറുണ്ടോ? അയാളോട് ചോദിച്ചു. സാറേ, ഇത് എങ്ങനെയാണ് ഇത് മുങ്ങിയതിപ്പോൾ? ആരാണിത് കണ്ടതെന്ന് പറഞ്ഞ് വിളിച്ചത്? ഈ കാറ് മുങ്ങിയതാരാ കണ്ടത്? അതൊരു മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളാണെന്നാണ് ഇവിടെ മുന്നുണ്ടായിരുന്ന ഓഫീസർ പറഞ്ഞത്. സാർ, അയാൾ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അയാൾ അഡ്രസ്
ഏകദേശം അനിയച്ചൻ. എടാ ഈ കാറിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് സിറ്റി 1 പോയൊന്ന് അന്വേഷിക്കാണ്ട്. ഇത് കണ്ട ആളെ എന്തോ ഒരു മൂപ്പർക്ക് എന്തോ ഇതിലൊരു പങ്കുണ്ട് എന്നൊക്കെ തോന്നുന്നു. സാർ എന്നാൽ ഞാൻ പോവാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഈ വീട് തന്നെയാണ്. രാത്രിയൊക്കെ യാത്ര ചെയ്തിട്ട് ചുമ പനി പിടിച്ചു. അപ്പോൾ ഈ വീട് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക്. അപ്പം ഇവിടെ പക്ഷെ ആൾ താമസമുള്ളതായിട്ടൊന്നും അറിയുന്നില്ലല്ലോ. സാറേ ശരിയാണ്, ഇവിടെ ഈ വീട് കുറേ കാലം എന്നെ പൂട്ടിയിട്ട പോലെ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ വീട്ടിലൊന്ന് പോയി ചോദിക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടാവാതിരിക്കുമല്ലോ. ആ വീട്ടിലുള്ള ആൾക്കാരോട് പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ, ഒരു ഇപ്പോൾ ഇവിടെ ഇല്ലേ, എങ്ങോട്ടേ പോയതാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ആ സാറേ നമുക്ക് അവിടെ പോയി ചോദിക്കാം. സാർ വണ്ടി കയറി. സാർ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ഒരാളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അയാളിപ്പോൾ ഇവിടെ താമസിക്കണില്ലേ, ഒരു മൈക്കിൾ എന്ന് എന്തോ പറഞ്ഞിട്ടുള്ള ഒരാൾ. സാർ അയാൾ ഇവിടുന്ന് പോയിട്ട് കുറെ കാലമായി. ഇയാളിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ജോലിക്ക് ആയതാണെന്നാണ് ആരൊക്കെ പറയുന്നത്. ആ, നിങ്ങൾ സ്റ്റേഷനിലേക്ക് ചിലപ്പോൾ വിളിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വരേണ്ടി വരും കേട്ടോ. ഈ വാൻ നിങ്ങളതാണോ? ആ സാറേ ഈ വേണ്ട തന്നെയാ. പക്ഷെ കുറെ കാലം ഇത് എടുത്തിട്ട് ഇതൊക്കെ കേടായി. പഴയ വണ്ടി ഇതുകൊണ്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടെടുക്കുന്നതാ. ആ, അപ്പോൾ ഇത് അത്യാവശ്യം റയർ വണ്ടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്നാൽ നിങ്ങൾ ഉറങ്ങിക്കോളി, രാത്രിയൊക്കെ ആയില്ലേ. സാർ ഇന്നലത്തെ കേസിൽ ആ മൗണ്ടനിൽ മുങ്ങിപ്പോയ കാറ്, ആ കാർ അവിടെ എത്തണമെങ്കിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അയാൾ മൗണ്ടനിലുള്ള ആളാണ്, ആ കാറിൻ്റെ ഓണർ. അല്ലെങ്കിൽ ആ കാറ് സിറ്റി 1 കൂടെ മൗണ്ടനിൽ എത്തിയതാവണം, അല്ലെങ്കിൽ ഡെസേർട്ടിൽ കൂടെ മൗണ്ടനിൽ എത്തിയതാവണം. അപ്പോൾ നമുക്ക് ഡെസേർട്ടിത്തെയും സിറ്റി 1ത്തെയും CCTV ഒന്ന് നോക്കിയാൽ ആ കാറിന് ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കൂടെ? ആ, അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കാർ വാഷിലുള്ള CCTV തന്നെ ആദ്യം പോയി നോക്കാം. കാരണം അതാണല്ലോ ഇവിടെ അടുത്തുള്ളത്. ഡെസേർട്ടിലെ മോട്ടലിലേക്ക് നമുക്ക് പിന്നെ അതുവഴി പോവാം. ഏതായാലും ഇന്ന് രാവിലെ നേരം വെളുത്തല്ലോ, അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അതിനെ പറ്റിയിട്ട്. അപ്പോൾ കാർ വാഷിൽ ഇന്ന് ഇപ്പം നേരത്തെ തുറക്കൂലേ? ആ സാറേ കാർ വാഷ് ഇപ്പോൾ തുറന്നുണ്ട്. ആ, നമുക്ക് അവിടെ പോയോക്കാം ആദ്യം, എന്നിട്ട് അവിടുത്തെ CCTVയിൽ നോക്കാം.
അവിടെ ഇന്നലെ രാത്രി ഒരു 9:30 മുതൽ ഉള്ള ഒരു CCTV ഫുട്ടേജൊക്കെ ഒന്ന് കിട്ടും. 9:30 അല്ല, അതിൻ്റെ മുന്നേ മുതലുള്ള CCTV ഫുട്ടേജ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ CCTV നോക്കിയാൽ അതിലെന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് തോന്നി. ആ സാറേ ഞാൻ